നമസ്കാരം, ഞാൻ ഡോക്ടർ ലിഷ. ഞാൻ SUT പട്ടം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഗൈനക്കോമാസ്റ്റിയെക്കുറിച്ചാണ്. ഗൈനക്കോമാസ്റ്റി എന്നാൽ എന്താണ്? ഗൈനക്കോമാസ്റ്റി എന്നാൽ പുരുഷന്മാരിൽ കാണുന്ന സ്തനവളർച്ച, മെയിൽ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഗൈനക്കോമാസ്റ്റി വരുന്നത്? ഗൈനക്കോമാസ്റ്റിയുടെ മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് പറയുന്നത് ഇഡിയോപ്പതിക് ആണ് എന്നാണ്. ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളോ വിശദീകരണങ്ങളോ ഇല്ലാതെയാണ് ഭൂരിഭാഗം ആൾക്കാരിലും ഗൈനക്കോമാസ്റ്റി വരുന്നത്. വ്യക്തമായ കാരണങ്ങളോടുകൂടിയും ഗൈനക്കോമാസ്റ്റി വരാം. എന്തൊക്കെയാണത്? പ്രധാനമായും അമിതവണ്ണവും ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ 3 സ്റ്റേജസിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഒന്ന് ന്യൂബോൺ സ്റ്റേജിൽ, രണ്ടാമത്തേത് പ്യൂബർട്ടി സ്റ്റേജിൽ. പ്രായപൂർത്തിയാകുന്ന സമയത്ത് ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുമ്പോൾ സ്തനവളർച്ച വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രായമായതിനു ശേഷം സെനൈൽ ഗൈനക്കോമാസ്റ്റി എന്ന് പറയും. ഈ 3 സ്റ്റേജിലും ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കൂടുമ്പോൾ സ്തനവളർച്ച വരികയും അത് പുരുഷന്മാർക്ക് ഒരു അഭംഗിയായി തീരുകയും ചെയ്യും. പിന്നെന്താണ് മറ്റു കാരണങ്ങൾ? റീനൽ ഫെയിലിയർ, ലിവർ സിറോസിസ്, ചില ഗ്രന്ഥികളിലെ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രശ്നം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അഡ്രിനൽ ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ, ചില ജനിതക രോഗങ്ങൾ, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ചുരുക്കം ചില മരുന്നുകളുടെ പാർശ്വഫലമായും ഗൈനക്കോമാസ്റ്റി വരാവുന്നതാണ്. ഗൈനക്കോമാസ്റ്റി കൊണ്ട് എന്താണ് പ്രശ്നം? പുരുഷന്മാരിൽ സ്തനവളർച്ചയുണ്ട് എന്നതുകൊണ്ട് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ അവർക്ക് മനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. അവർ ഷർട്ടില്ലാതെ സ്വിമ്മിങ്ങിന് പോവുക, മറ്റു കൂട്ടുകാരുടെ ഒപ്പം ഹോസ്റ്റലുകളിൽ താമസിക്കുക, അല്ലെങ്കിൽ എക്സസൈസിന് പോവുക, ഇങ്ങനെയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യും. അവരുടെ സ്തനവളർച്ച മറ്റുള്ളവർ കാണുന്നു എന്നുള്ളത് അവരുടെ മനസ്സിനെയും അവരുടെ കോൺഫിഡൻസിനെയും ബാധിക്കും. ഇവിടെയാണ് ചികിത്സയുടെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഗൈനക്കോമാസ്റ്റി ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗൈനക്കോമാസ്റ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജനെ സമീപിക്കുകയാണ് വേണ്ടത്. ഒരു അൾട്രാസൗണ്ട് ബ്രസ്റ്റ് എടുക്കുന്നത് വഴി ഇതൊരു സാധാരണ സ്തനവളർച്ച തന്നെയാണല്ലോ, ഇതിൽ ക്യാൻസറോ അങ്ങനെയുള്ള മറ്റൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ ഹോർമോൺ ടെസ്റ്റുകൾ നടത്തിയാൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നും അറിയാൻ സാധിക്കും. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അടുത്ത പടി ശസ്ത്രക്രിയയാണ്. ഗൈനക്കോമാസ്റ്റിയിൽ, അതായത് സ്തനവളർച്ചയിൽ, സ്തനത്തിലെ ഗ്രന്ഥിയും സ്തനത്തിലെ കൊഴുപ്പും ഇത് രണ്ടും കൂടുതലായിരിക്കും. കൊഴുപ്പ് ചെസ്റ്റ് വർക്കൗട്ടോ ജിം വർക്കൗട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറയുന്നതാണ്. പക്ഷെ ഗ്രന്ഥി അതൊരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്താലല്ലാതെ അത് കുറയുകയില്ല. മരുന്നിലൂടെ അലിയിച്ച് കളയാൻ പറ്റുന്നതല്ല ഗ്രന്ഥി. സോ എന്ത് ശസ്ത്രക്രിയയാണ് ഗൈനക്കോമാസ്റ്റിക്ക് ചെയ്യുന്നത്? ലൈപ്പോസക്ഷൻ ആൻഡ് എക്സിഷൻ. ലൈപ്പോസക്ഷൻ എന്നാൽ വളരെ ചെറിയൊരു മുറിവിലൂടെ, ഒരു 0.5 സെൻറ്റിമീറ്റർ ചെറിയ മുറിവിലൂടെ നീണ്ട കാനുലകളിട്ട് ആ കാനുലകളിലൂടെ കൊഴുപ്പ് വലിച്ചെടുക്കുന്നതാണ്. ആ കൊഴുപ്പ് വലിച്ചെടുത്തതിന് ശേഷം ഗ്രന്ഥി ബാക്കി ഉണ്ടാകും. ആ ഗ്രന്ഥി നിപ്പിളിൻ്റെ താഴെ ഒരു മുറിവുണ്ടാക്കി ആ മുറിവിലൂടെ നീക്കം ചെയ്യുന്നതാണ് എക്സിഷൻ. ഈ നിപ്പിളിൻ്റെ താഴെ ഉണ്ടാക്കുന്ന മുറിവ് നിപ്പിളിലെ ഡാർക്ക് കളർ സ്കിന്നിൻ്റെയും സാധാരണ സ്കിന്നിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തായതിനാൽ ഇതിൻ്റെ സ്കാറ് ഒട്ടും അറിയുന്നതായിരിക്കില്ല. അതായത് ഗൈനക്കോമാസ്റ്റിയുടെ സർജറിക്ക് ശേഷവും ഷർട്ടില്ലാതെ സ്വിമ്മിങ്ങിന് പോവുകയും അമ്പലത്തിൽ പോവുകയും ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ഒരു സർജറിയാണ്. സർജറിക്ക് ശേഷം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സർജറിക്ക് ശേഷം ഒരു കംപ്രഷൻ ഗാർമെൻറ്റ് അഥവാ ഒരു വെസ്റ്റ് ഡ്രസ്സിനുള്ളിൽ ഇടാനായി നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സർജറി ചെയ്ത് ഇതിലെ ഗ്രന്ഥിയും കൊഴുപ്പും നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്പേസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ വെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ വെസ്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ അടിയിൽ സ്വാഭാവികമായും നമുക്ക് ഇടാവുന്നതാണ്. ഇത് ഏകദേശം 1 മാസക്കാലം പൂർണ്ണമായും 24 മണിക്കൂർ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനുശേഷം രാത്രികാലങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഗൈനക്കോമാസ്റ്റി എന്ന സർജറിക്ക് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതായത് ബെഡ് റെസ്റ്റ് ഇല്ലാത്ത, പെയിൻ വളരെ കുറവായിട്ടുള്ള, ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന, സ്കാർ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു സർജറിയാണ് ഗൈനക്കോമാസ്റ്റി. ഈ സർജറിയായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വീണ്ടെടുക്കാം. താങ്ക് യു.